Children's literature are always fascinating. Here we are discussing such a topic, How Mushrooms First Grow by W.H. Barker. W.H. Barker എഴുതിയ ഹൗ മഷ്റൂംസ് ഫസ്റ്റ് ഗ്രോ എന്ന വെസ്റ്റ് ആഫ്രിക്കൻ ഫോക്ടെയിലാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. This is a West African folk tale, and long years ago there lived two brothers in a town. കുറേ വർഷങ്ങൾക്ക് മുമ്പ് പണ്ട് രണ്ട് സഹോദരന്മാര് ഒരു ടൗണിൽ താമസിച്ചിരുന്നു. And due to their bad habits, their debts increased day by day. ഈ സഹോദരന്മാര് അവരുടെ ദുശീലം കാരണം പല ദുശീലങ്ങളുണ്ട്. അങ്ങനെ ആ ദുശീലങ്ങൾ കാരണം സമ്പത്തൊക്കെ നശിച്ച് ഓരോ ദിവസവും അവരുടെ കടം കൂടി വന്നു. And their creditors disturbed them, and they ran away into the woods and began to be highway robbers. അവരുടെ കടക്കാർ, അതായത് കടം ഇവർക്ക് കൊടുത്ത ആളുകൾ, പൈസ കടം കൊടുത്ത ആളുകൾ അവരെ ശല്യം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ശല്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവർ അവിടുന്ന് ഫോറസ്റ്റിലേക്ക് പോയി, അതായത് ഉൾനാടിലേക്ക്, ഗ്രാമപ്രദേശത്തിലേക്ക് പോയി. ടൗണിലാണ് അവർ താമസിക്കുന്നത്. അവിടുന്ന് ഒരു ഉൾപ്രദേശത്തേക്ക് പോവുകയും അവിടുന്ന് ഹൈവേ റോബേഴ്സ് ആയി മാറുകയും ചെയ്തു. അതായത് വഴിയിലൂടെ പോകുന്ന ആളുകളെ പിടിച്ചു പറിച്ച് അവരുടെ പൈസയും പണവും ഒക്കെ എടുക്കുന്ന ആ ഒരു തൊഴില് അവർ ചെയ്യാൻ തുടങ്ങി. ബട്ട് ദേ കുഡിന്റ് ഗെറ്റ് ഹാപ്പിനെസ്. അങ്ങനെ അവർക്ക് ഒരുപാട് പൈസയൊക്കെ കിട്ടി. പക്ഷേ പൈസയൊക്കെ കിട്ടിയിട്ടും അവർക്ക് സന്തോഷം കണ്ടെത്താൻ സാധിച്ചില്ല. ആൻഡ് ദേ വെയർ ട്രബിൾഡ് ബൈ ദെയർ ബാഡ് ഈവിൾസ് ആൻഡ് ഈവിൾ ഡീഡ്സ്. അവരുടെ മോശമായ പ്രവൃത്തികൾ, അതായത് ഹൈവേ റോബേഴ്സ് ആണ്, മറ്റുള്ളവരെ അടിച്ച് വീഴ്ത്തിയിട്ടൊക്കെയാണ് ഈ പൈസ അവരുടെ അടുത്തുനിന്ന് പൈസയും പൊന്നും ഒക്കെ എടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള തങ്ങളുടെ മോശമായ പ്രവൃത്തികൾ അവർക്ക് കുറ്റബോധം വരുത്താൻ തുടങ്ങി. ആൻഡ് അറ്റ് ലാസ്റ്റ് ദേ ഡിസൈഡഡ് ടു ഗോ ഹോം ആൻഡ് മേക്ക് എ ബിഗ് ഫാം ആൻഡ് പേ ഓഫ് ദെയർ ഡെറ്റ്സ്. അങ്ങനെ അവസാനം അവർ തീരുമാനിക്കുന്നു, ഈ ജീവിതം, ഹൈവേ റോബേഴ്സ് എന്ന ഈ ഒരു ജീവിതം അവസാനിപ്പിക്കാം. കാരണം ഇതൊരു മനസമാധാനം തരുന്നില്ല, അത് മാത്രമല്ല സന്തോഷമൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തിരിച്ച് വീട്ടിൽ പോയി അവിടെ കുറച്ച് സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് കൃഷി ചെയ്ത് ഈ കടങ്ങളൊക്കെ വീട്ടാമെന്ന് അവർ തീരുമാനിക്കുന്നു. ആൻഡ് ദേ പ്രിപ്പയർഡ് ദ ഫൈൻ ഫാം ഫോർ കൾട്ടിവേറ്റിംഗ് കോൺ. അങ്ങനെ അവർ തിരിച്ച് നാട്ടിലെത്തുന്നു. അങ്ങനെ നാട്ടിലെത്തി അവരുടെ വീട്ടിലെത്തി ആ കൃഷി സ്ഥലം നല്ല ഒരു ഫാമാക്കി, നല്ല ഒരു കൃഷിക്ക് വേണ്ട ഒരു സ്ഥലമാക്കി മാറ്റുന്നു. അതായത് ചോളം കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയാക്കി സെറ്റാക്കി വെക്കുന്നു. Soil was good and so they hoped for a good harvest, but a hungry bird ate all their newly planted seeds. അവരുടെ കൃഷിസ്ഥലം നല്ല മനോഹരമായ കൃഷിസ്ഥലം, അതേപോലെ മണ്ണും അതേപോലെ നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണാണ്. അപ്പോൾ നല്ല വിളവ് എന്തായാലും കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. പക്ഷേ അവരുടെ ആ ഒരു പ്രതീക്ഷ അസ്ഥാനത്താണ്. വിശന്ന് വലഞ്ഞ ഒരു കാട്ടുകോഴി വന്ന് ഈ ചോളം, അവർ നട്ട ഈ ചോളത്തിൻ്റെ വിത്ത് തിന്നുന്നു. And the two brothers knew that their work became futile and put a trap for the thief. ആ രണ്ട് സഹോദരന്മാർക്ക് മനസ്സിലായി തങ്ങൾ ചെയ്ത പ്രവൃത്തിയൊക്കെ വെറുതെ ആയിപ്പോയി. അതുകൊണ്ട് ഇത് ചെയ്തത് ആരായാലും ഇതിനെ പിടിക്കണം. ഈ ധാന്യങ്ങൾ നശിപ്പിച്ച് അല്ലെങ്കിൽ തിന്നു കളഞ്ഞ ആ കള്ളനെ നമുക്ക് എന്തായാലും പിടിക്കണം, അത് ആരായാലും പിടിക്കണം എന്ന് പറയുന്നു. അങ്ങനെ അവർ തീരുമാനിക്കുന്നു. ആൻഡ് ദ ബേസ്റ്റ് ഫൗൾ വാസ് കോട്ട് ഇൻ എ ട്രാപ്പ്. അങ്ങനെ ആ കാട്ടുകോഴി ഒരു കെണിയിൽ പെടുന്നു, അതായത് ഇവർ വെച്ച കെണിയിൽ പെടുന്നു. ആൻഡ് ദ ടു ബ്രദേഴ്സ് ട്രാൻസ്ഫേർഡ് ദെയർ ഡെറ്റ്സ് ടു ഇറ്റ് ആസ് ഇറ്റ് ടേക്ക് അവേ ദെയർ ചാൻസ് ഓഫ് പേയിങ് ഡെറ്റ്സ്. അങ്ങനെ ഈ രണ്ട് സഹോദരന്മാർ കള്ളനെ പിടിക്കുന്നു. കള്ളൻ നമ്മുടെ കാട്ടുകോഴിയാണ്. എന്നിട്ട് കാട്ടുകോഴിയോട് പറയുന്നു, നീ ഞങ്ങളുടെ കടം കൊടുക്കാനുള്ള അവസരമാണ് നഷ്ടപ്പെടുത്തിയത്. അതായത് കടം വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷേ ആ ഒരു അവസരം നീ നഷ്ടപ്പെടുത്തിയത് കൊണ്ട് നീയാണ് ഇനി മുതൽ ഞങ്ങളുടെ ഈ കടത്തിന് ഉത്തരവാദി. ഈ കടം നീ വീട്ടിൽ തീർക്കണമെന്ന് കാട്ടുകോഴിയോട് പറയുന്നു. ആൻഡ് ദ പൂർ ബേർഡ് മെയ്ഡ് എ നെസ്റ്റ് അണ്ടർ എ സിൽക്ക് കോട്ടൺ ട്രീ ആൻഡ് ബിഗാൻ ടു ലേ എഗ്സ്. ഇത് കേട്ട ഉടനെ നമ്മുടെ കോഴിക്ക് ഭയങ്കര സങ്കടമായി. അതെന്ത് ചെയ്തു? ഇറ്റ് ബിഗാൻ ടു മേക്ക് എ നെസ്റ്റ്, ഒരു കൂടുണ്ടാക്കി. എന്നിട്ട് എവിടെയാണ്? അണ്ടർ എ സിൽക്ക് കോട്ടൺ ട്രീ, ഒരു സിൽക്ക് കോട്ടൺ ട്രീയുടെ അടിയിൽ, അതായത് അതിൻ്റെ ഒരു ബ്രാഞ്ചിൽ കൂടുണ്ടാക്കി. ആൻഡ് ബിഗാൻ ടു ലേ എഗ്സ്. അതിൽ മുട്ടയിടാൻ തുടങ്ങി, ആ കൂട്ടിൽ മുട്ടയിടാൻ തുടങ്ങി. ആൻഡ് ഇറ്റ് ഡിസൈഡഡ് ടു ഹാച്ച് ദ എഗ്സ് ആൻഡ് സെൽ ദ യങ് വൺസ് ആൻഡ് പേ ഓഫ് ദ ഡെറ്റ്സ്. ആ കോഴിയുടെ
വിശ്വാസം അല്ലെങ്കിൽ ആ കോഴിയുടെ തീരുമാനം മുട്ടയിടുക, ആ കൂട്ടിൽ മുട്ടയിടുക, മുട്ടയിട്ടതിന് ശേഷം അതിനെ വിരിയിക്കുക, കുഞ്ഞുങ്ങളാക്കുക, ആ കുഞ്ഞുങ്ങളെ വിറ്റ് ഈ സഹോദരന്മാരുടെ കടം തീർക്കുക. ഇതായിരുന്നു കോഴിയുടെ ലക്ഷ്യം. ആൻഡ് ബട്ട് എ ടെറിബിൾ ഹരിക്കെയിൻ ബ്രോക്ക് ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ ആൻഡ് സ്മാഷ്ഡ് ഓൾ ദ എഗ്സ്. പക്ഷേ ശക്തമായ ഒരു കാറ്റ് വരുന്നു. ആ കാറ്റ് ഈ ബ്രാഞ്ച് പൊട്ടിക്കുന്നു. അതായത് ഈ ശക്തമായ കാറ്റിൽ ഈ കൂടിരുന്ന മരക്കൊമ്പ് പൊട്ടി വീഴുന്നു. അങ്ങനെ മുട്ടകളൊക്കെ പൊട്ടിപ്പോകുന്നു. ആൻഡ് സോ ദ ബേർഡ് ട്രാൻസ്ഫേർഡ് ഓൾ ദ ഡെഡ്സ് ടു ദ ട്രീ ആസ് ഇറ്റ് ഹാഡ് ബ്രോക്കൺ ദ ലെഗ്സ്. അതുകൊണ്ട് ഈ കാട്ടുകോഴി പറയുന്നു, ഇനി ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ പ്ലാൻ, അവരുടെ കടം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ വിൽക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ മുട്ടയെല്ലാം പൊട്ടിപ്പോയി. അതുകൊണ്ട് നീയാണ് ഈ കടത്തിൻ്റെ ഉത്തരവാദി. അപ്പോൾ ഈ കടങ്ങളൊന്നും എനിക്ക് വീട്ടാൻ കഴിയില്ല, അതുകൊണ്ട് നീയാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന് പറഞ്ഞ് മരത്തിന് ആ കടങ്ങൾ കൊടുക്കുന്നു. And the silk cotton tree feels dismay on having such a huge debts and began to make silk cotton more to sell it, but an elephant plucked all the bearings. അങ്ങനെ ഈ സിൽക്ക് കോട്ടൺ ട്രീക്ക് വളരെയധികം വിഷമായി. കാരണം വലിയ കടമാണ്, വളരെയധികം പൈസ എമൗണ്ട് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് ഭയങ്കര കടം തനിക്ക് വീട്ടാൻ കഴിയില്ല. അതിലാകെ സങ്കടമായി. അതുകൊണ്ട് ഈ മരം കൂടുതൽ സിൽക്ക് കോട്ടൺ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ആ സിൽക്ക് കോട്ടൺ കൊടുത്തിട്ട് കടം വീട്ടാമെന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ കൂടുതൽ സിൽക്ക് കോട്ടൺ ഉൽപ്പാദിപ്പിച്ചു. പക്ഷേ ഒരു ആന, ആ വഴി വന്ന ആന ഈ പുതുതായി വന്ന നാമ്പ് മുഴുവൻ, ഈ പുതുതായിട്ട് വന്ന ഈ ഒരു ഇലകളും അതിൻ്റെ ആ ഒരു തളിരും ഒക്കെ പറിച്ച് തിന്നാൻ തുടങ്ങി. ആൻഡ് ദസ് ദ ഡസ് വെയർ ട്രാൻസ്ഫേർഡ് ടു ദ പുവർ എലഫൻറ്റ്. അങ്ങനെ മരം പറഞ്ഞു, ഇനി ഞാൻ ഉത്തരവാദിയല്ല, കാരണം ഞാൻ ഈ കടം വീട്ടാൻ വേണ്ടിയിട്ട് കുറേ സിൽക്ക് കോട്ടൺ കൂടുതൽ ഉൽപ്പാദിപ്പിച്ചതാണ്, പക്ഷെ നീയാണ് തിന്നത്. അപ്പോൾ ഈ കടത്തിൻ്റെ ഉത്തരവാദി നീയാണ് എന്ന് ആനയോട് പറഞ്ഞു. ആൻഡ് ദി എലിഫൻറ്റ് ബിക്കം സോ സാഡ്. പാവാന, ഇതൊക്കെ തിന്ന ആനയ്ക്ക് ഭയങ്കര സങ്കടമായി. ആൻഡ് ഇറ്റ് കുഡിൻറ്റ് ഫൈൻഡ് എനി മീൻസ് ടു പേ ഓഫ് ദ ഡെറ്റ്സ്. ഈ കടം വീട്ടാൻ ആനയ്ക്ക് യാതൊരു നിവൃത്തിയില്ല. ആന പഠിച്ച പടിയും 18 നോക്കി, പക്ഷെ ഒരു നിവൃത്തിയില്ല. ആൻഡ് ഇറ്റ് സ്റ്റൂഡ് അണ്ടർ എ ട്രീ ആൻഡ് എ ഹണ്ടർ ഷോട്ട് ഇറ്റ്. അങ്ങനെ സങ്കടം സഹിക്കാൻ വയ്യാതെ ആന കുറേ ആലോചിച്ചു, എങ്ങനെ ഈ കടം വീട്ടു. ഒരു വഴിയും കിട്ടാതെ ഇങ്ങനെ വിഷമിച്ച് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന സമയത്ത് ഒരു വേട്ടക്കാരൻ അതിനെ വെടിവെക്കുന്നു. ആൻഡ് ബിഫോർ ഇറ്റ് ഡൈസ് ഇറ്റ് ട്രാൻസ്ഫേർഡ് ഓൾ ദ ഡെറ്റ്സ് ടു ദ ഹണ്ടർ. അങ്ങനെ ആ ആന അതിനെ നമ്മൾ പറഞ്ഞു വെടിവെച്ച് അത് മരിക്കാറാവുന്ന സമയത്ത്, മരിക്കുന്നതിന് തൊട്ട് മുൻപ് വേട്ടക്കാരനോട് പറയുന്നു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അതുകൊണ്ട് ഈ കടങ്ങളൊക്കെ വീട്ടേണ്ടത് ഇയാളുടെ ചുമതലയാണ് എന്ന് വേട്ടക്കാരനോട് പറയും. ദ ഹണ്ടർ ബിക്കെയിം സോ സാഡ് ബിക്കോസ് ഹി വാസ് സോ പുവർ. ആ വേട്ടക്കാരൻ വളരെയധികം ദുഃഖിതനായി. കാരണം അദ്ദേഹം വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. ഈ കടങ്ങളൊന്നും വീട്ടാനുള്ള പൈസ അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. ആൻഡ് വൈൽ സാഡ്ലി വാക്കിംഗ് ടു ഹോം ഹി ഫെൽ ഓൺ സ്ട്രക്കിംഗ് എ സ്റ്റംപ് ഓഫ് എ ട്രീ വിച്ച് വാസ് കട്ട് ഡൗൺ ബൈ ദി ഓവർസിയർ. അങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ട് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് സന്ധ്യയായി. ആ സമയത്ത് വഴിയിലൊരു മരക്കൊമ്പ് കിടന്നു. ഓവർസിയർ വെട്ടിയിട്ടതാണ്. ആ വെട്ടിയിട്ട മരക്കൊമ്പിൽ തട്ടി അദ്ദേഹം വീഴുന്നു. ആൻഡ് ഹിസ് ലെഗ്സ് വെയർ ബ്രോക്കൺ. അദ്ദേഹത്തിൻ്റെ കാലിൽ മുറിവ് പറ്റുന്നു, അത് കാലിൽ ഒടിവൊക്കെ പറ്റുന്നു. ആൻഡ് ദസ് ഹി ട്രാൻസ്ഫേർഡ് ഓൾ ദ ഡെറ്റ്സ് ടു ദി ട്രീ ട്രങ്ക്. അങ്ങനെ അദ്ദേഹം പറയുന്നു, അതായത് മരക്കൊമ്പിനോട് പറയുന്നു, ഇനി എനിക്ക് ഈ കടങ്ങളൊന്നും വീട്ടാൻ കഴിയില്ല, കാല് മുറിഞ്ഞിട്ടാണുള്ളത്, അതായത് കാല് ഒടിഞ്ഞ് പഞ്ചറായിട്ടാണുള്ളത്, ഞാനിനിയിപ്പോൾ നടന്ന് എനിക്ക് ഒരു ജോലിയും ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് ഈ കടങ്ങളുടെ എല്ലാം ഉത്തരവാദി നീയാണെന്ന് ആ ഒരു ശിഖരത്തോട്, മരത്തിൻ്റെ കൊമ്പിനോട് പറയുന്നു. ആൻഡ് ദ നെക്സ്റ്റ് ഡേ എ പാർട്ടി ഓഫ് വൈറ്റ് ആൻസ് ബിഗാൻ ടു ഈറ്റ് ദ ട്രീ. പിറ്റേ ദിവസം കുറേ വെള്ള ഉറുമ്പുകൾ വരുന്നു. അതായത് ഈ മരക്കൊമ്പ് പകുതി മുറിഞ്ഞിരിക്കുകയാണ്. ആ മരക്കൊമ്പ് റോഡിലേക്ക് വീണ് പകുതിയോളം ഇങ്ങനെ വീണ് കിടക്കുന്നതാണ് ഈ മനുഷ്യൻ തട്ടി വീഴാൻ കാരണം. അപ്പോൾ പകുതിയെ മുറിഞ്ഞിട്ടുള്ളൂ, മുക്കാലോളം മുറിഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ അതിൻ്റെ കറ, ആ ഒരു ഭാഗം തിന്നാനായിട്ട് കുറേ ഉറുമ്പുകൾ വരുന്നു. അങ്ങനെ ആ ഉറുമ്പുകൾ ദേ ഹാഡ് ബ്രോക്കൺ ഇറ്റ് നിയർലി ടു ദ ഗ്രൗണ്ട് ആൻഡ് ദ ട്രീ ട്രാൻസ്ഫേർഡ് ഓൾ ദ ഡെറ്റ്സ് ടു ദ ആൻഡ്. അങ്ങനെ ഈ ഉറുമ്പുകൾ അതിൻ്റെ കറ ഇങ്ങനെ തിന്ന് ആ മരക്കൊമ്പ് ഏകദേശം ഒടിയാറായപ്പോൾ മരക്കൊമ്പ് ഈ കടങ്ങളെല്ലാം ഉറുമ്പിൻ്റെ തലയിൽ കെട്ടിവെച്ചു. ഈ മരക്കൊമ്പ് പറഞ്ഞു, എന്താണ്,
എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഈ കടം ഇങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഉത്തരവാദി നിങ്ങളാണ് എന്ന് ഉറുമ്പിനോട് പറഞ്ഞു. ആൻഡ് ദ വൈറ്റ് ആൻസ് ഹെൽഡ് എ കൗൺസിൽ ആൻഡ് ഡിസൈഡഡ് ടു കോൺട്രിബ്യൂട്ട് ആസ് മച്ച് ആസ് പോസിബിൾ. അങ്ങനെ ഈ ഉറുമ്പുകളെല്ലാം നമുക്കറിയാം, ഉറുമ്പ് അവരുടെ ഒരു കൂട്ടമാണ്. ആ ഒരു കൂട്ടം അവർ ഒരു മീറ്റിംഗ് കൂടുന്നു. ആ മീറ്റിംഗ് കൂടിയിട്ട് പറയുന്നു, നമുക്ക് ഈ കടം എങ്ങനെയെങ്കിലും വീട്ടിൽ തീർക്കണം. കാരണം ഓരോ ആളും അവരവർക്ക് കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് നമുക്ക് എങ്ങനെയെങ്കിലും ഈ കടം വീട്ടണമെന്ന് തീരുമാനിക്കുന്നു. ആൻഡ് a young and go to the nearest market and buy pure linen thread for weaving and selling and thus can make money. അങ്ങനെ അവർ ആ ഒരു മീറ്റിങ്ങിൽ തീരുമാനിക്കുന്നു, ഈ കട എങ്ങനെയെങ്കിലും തീർക്കണം. അപ്പോൾ അതുകൊണ്ട് ഓരോ ആളും അവരവർക്ക് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമുക്കറിയാം, ഉറുമ്പിനെ കണ്ട് പഠിക്കണം എന്നൊക്കെ നമ്മൾ പണ്ട് കാലത്ത് പറയും. അതായത് എന്താണ്, ഉറുമ്പ് മഴക്കാലം ആകുമ്പോഴേക്കും എല്ലാ കാലത്തും ശേഖരിച്ച് വെച്ചു. അതായത് ചെറിയ കുട്ടികൾക്ക് പഠിക്കാനുള്ളൊരു കഥ തന്നെയുണ്ട്. ഉറുമ്പും എന്താണ് വെട്ടുക്കിളിയും അല്ലെങ്കിൽ പച്ചത്തുള്ളനും തമ്മിലുള്ള കഥകൾ. അതായത് പച്ചത്തുള്ളൻ അലസനായിട്ടിരുന്ന് ഒന്നും അധ്വാനിക്കാതെ മടിയനായിട്ടിങ്ങനെ തിന്നു കുടിച്ച് ജീവിച്ചു. അതേസമയം ഉറുമ്പുകൾ എല്ലാം ശേഖരിച്ചു വെച്ചു. ശക്തമായ മഴ ഉണ്ടായപ്പോൾ നമ്മുടെ പച്ചത്തുള്ളന് ഭക്ഷണമൊന്നും ഇല്ലാത്ത അവസ്ഥ വന്നു. അതേസമയം ഉറുമ്പുകൾ സമ്പന്നമായിട്ട് അവർ ശേഖരിച്ച് വെച്ച ഭക്ഷണം കഴിച്ചു. അപ്പോൾ ആ ഒരു ടീമിൻ്റെ ആ ഒരു പവറാണ് അവിടെ ഉറുമ്പിനെ നമ്മൾ കണ്ടുപിടിക്കണം എന്ന് പറയുന്നത്. എപ്പോഴും അവർ കൂട്ടത്തോടെ ആയിരിക്കും, അതേപോലെ ഒരുപോലെ വർക്ക് ചെയ്യുന്ന ഉറുമ്പുകൾ. അപ്പോൾ ഈ ഉറുമ്പിൽ ഒരു ചെറുപ്പക്കാരനെ ഏൽപ്പിച്ചത് മാർക്കറ്റിൽ പോവുക, മാർക്കറ്റിൽ പോയിട്ട് ലിനൻ തുണി കൊണ്ടുവരിക. ആ ലിനൻ തുണി നമുക്ക് നെയ്തെടുത്ത് നല്ല ഡ്രസ്സ് ഉണ്ടാക്കാം, അങ്ങനെ അത് വിറ്റ് പൈസയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറുപ്പം ഉള്ള ഉറുമ്പിനെ ഏൽപ്പിച്ചു. ആൻഡ് ഓൾ ദ ലിനൻ ഇൻ ദ സ്റ്റോക്ക് വാസ് ബ്രോട്ട് ആൻഡ് സ്പ്രെഡ് ഔട്ട് ഇൻ ദ സൺഷൈൻ ടു കീപ്പ് ഇറ്റ് ഇൻ എ ഗുഡ് കണ്ടീഷൻ. അങ്ങനെ ഇവർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ഈ ലിനൻ തുണികളെല്ലാം വെയിലത്ത് ഉണങ്ങാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ എല്ലാം വിരിച്ചിട്ടു. അതായത് നല്ല ഉണങ്ങി നല്ല വൃത്തിയായി കിട്ടാൻ വേണ്ടിയിട്ട് അവർ അവിടെ അങ്ങനെ വിരിച്ചിട്ടു. ആൻഡ് എ മാൻ സീസ് ദിസ് ലിനൻ lying on the anthill and they call it mushroom and gather it for food. അങ്ങനെ ഈ വിരിച്ചിട്ട ലിനൻ തുണികൾ കണ്ടപ്പോൾ ഒരു മനുഷ്യൻ ഇത് ആദ്യമായിട്ട് കാണുന്നു. അതായത് ഉറുമ്പിൻ്റെ കൂടിനടുത്താണ്, ഉറുമ്പിൻ്റെ പുറ്റ്, ചിതൽപുറ്റിൻ്റെ ആ ഒരു ഉറുമ്പിൻ്റെ പുറ്റിനടുത്താണ് ഈ ഒരു ലിനൻ തുണികൾ ഇങ്ങനെ വിരിച്ചിട്ട് കാണുന്നത്. അത് കണ്ട ഉടനെ ഒരു മനുഷ്യൻ പറഞ്ഞു, ഇത് എന്താണ്, മഷ്റൂമാണ്, കൂണാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ മഷ്റൂം അവർ ഭക്ഷണമായിട്ട് ഉപയോഗിച്ചു എന്നാണ്. അങ്ങനെയാണ് ഹൗ മഷ്റൂംസ് ഫസ്റ്റ് ഗ്രോ, മഷ്റൂംസ് ആദ്യം ഉണ്ടായത് ഇങ്ങനെയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇത് നമുക്കറിയാം, കഥകളാണ്, കഥയിൽ ചോദ്യമില്ല. ലിനൻ തുണി എങ്ങനെ മഷ്റൂമായി എന്നും ആ മഷ്റൂം എങ്ങനെ ഭക്ഷണമാക്കി എന്നൊക്കെ പറയുന്നതിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. എന്നാലും കുട്ടികളെ നമ്മൾ പറ്റിക്കാൻ വേണ്ടിയിട്ട് പല പല കഥകളും പറഞ്ഞു കൊടുക്കാറുണ്ട്. ആ കൂട്ടത്തിലൊരു കഥയാണ്, വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകളാണ്. അതേപോലെ നമ്മൾ മരക്കൊമ്പിനോട് അല്ലെങ്കിൽ ഓരോ ആൾക്കും കടം കൊടുക്കുന്നതും ആ ഓരോ എന്താണ് ജീവജാലങ്ങളും, അപ്പോൾ ആന ആയിക്കോട്ടെ, അതേപോലെ തന്നെ മരം, അപ്പോൾ ഇവരൊക്കെ ആ കടത്തിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ് ലോജിക്കലി നമുക്ക് അത് സങ്കല്പിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ കഥകളാണ്, കഥയിൽ ചോദ്യമില്ല എന്നുള്ള ആ ഒരു ഇതാണ്. ഇതിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് FIUGP മൈനർ 3 ഉൾപ്പെട്ട ചാപ്റ്ററാണിത്. ഇതിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ചോദിക്കാം, ഹൗ മഷ്റൂംസ് ഫസ്റ്റ് ഗ്രോ എന്നുള്ള ആ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ്. പിന്നീട് എന്താണ് ഹൗ ദ ഡെറ്റ്സ് ആർ ട്രാൻസ്ഫേർഡ് ടു ദ ആൻസ് അല്ലെങ്കിൽ എലിഫൻസ് അല്ലെങ്കിൽ ദ ഹണ്ടർ, അങ്ങനെ ഓരോ ആൾക്കും കിട്ടിയത് എങ്ങനെയാണെന്ന് ചോദിക്കാം. These are the points. Hope you enjoyed it. Thank you.